നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും എന്നെ കൊള്ളടുത്ത ആൾ എൻ്റെ അടുത്ത് ഏറ്റവും മുഹിബാരാണ്. അള്ളാഹുവിൻ്റെ അടുക്ക് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ആരാണ് തഖ്വ ചെയ്യുന്നതെങ്കിൽ അവനാണ് മുത്തഖിയാണ് കേട്ടോ. അപ്പം നല്ല സൂക്ഷ്മതയോടുകൂടി നുണ പറയാതെ, നാട്ടിൽ ഫിത്നയുണ്ടാക്കാതെ, കിബ്റ് കാണിക്കാതെ, അസൂയ കാണിക്കാതെ, ജനങ്ങളുടെ കൂടി താഴ്മയോടുകൂടി നടക്കുന്ന മനുഷ്യനാണ് ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ജനങ്ങളുടെ കൂടി നടക്കുമല്ലേ മാന്യമായി, സാധുവായിട്ട്, മയമായിട്ട്, ശാന്തതയോട് കൂടിയിട്ട്, സമാധാനത്തോട് കൂടിയിട്ട് ദുനിയാവ് കൂടി ജീവിക്കും മുഅ്മിനീങ്ങൾ, അല്ലാഹുവിൻ്റെ അടിമകൾ. അള്ളാഹുവിൻ്റെ ഖൽബിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായിരിക്കുന്ന മഹത്തുക്കൾ ആരാണെന്നറിയാമോ? ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഭൂമിയിൽ കൂടി വളരെ മാന്യന്മാരായിക്കൊണ്ട്, വളരെ ശാന്തതയിലായിക്കൊണ്ട് ദുനിയാവിൽ കൂടി ജീവിക്കുന്നവരാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അറിവില്ലാത്ത ജനങ്ങൾ, ബുദ്ധിയില്ലാത്ത ജനങ്ങൾ, നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്ന ജനങ്ങൾ, ഫസാദുണ്ടാക്കുന്ന ജനങ്ങൾ, നുണ പറയുന്നവർ, ഗീബത്ത് പറയുന്നവർ, ഇങ്ങനത്തെ മനുഷ്യന്മാരെ വക്കൽ നിന്ന് വല്ല പരിഹാസവും അവർക്ക് നേരിട്ട് കഴിഞ്ഞാൽ ഖാലൂ സലാമാ, നല്ല വാക്ക് പറഞ്ഞിട്ട് അവരോടൊന്ന് രക്ഷപ്പെടും. ഓരോടൊന്ന് എതിർക്കാനും വേണ്ടാത്തത് പറയാനൊന്നും പോലും പോവില്ല. അത് മനസ്സിൽ കൊടുക്കൂല. അത് അള്ളാഹു ആട്ടി. ഇതാണ് മുഅ്മിനീങ്ങളുടെ സിഫത്ത്. അപ്പം നമ്മൾ വലിയ എന്തെങ്കിലും വരുമ്പക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഒരു ഈച്ച പാറുമ്പക്ക് നമ്മൾ അനാചാന അതല്ല നമ്മൾ വേണം. നമ്മൾ ശാന്തമായിട്ട്, നമ്മൾ നല്ലവരായിരിക്കും. നമ്മളൊക്കെ അല്ലാഹുവിൻ്റെ മഹത്തുക്കളുടെ വഴിയിൽ ഉറച്ച് ജീവിക്കുന്നവരായിരിക്കും. നമ്മുടെ നാട്ടിൽ ഫിത്ന ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ വർഗീയതയും തീവ്രവാദമൊന്നും നമുക്കുണ്ടാകും. മറ്റവനോട് വൈരാഗ്യം വെക്കുക അല്ല, എന്നെങ്കിലും ഓനെ ശരിയാക്കണം. ഇതാണല്ലോ ഇപ്പോൾ തീവ്രവാദം എന്ന് പറയുന്നത്. ഓനെ എങ്ങനെയെങ്കിലും ശരിയാക്കണം. ഓനെ ഞാൻ വിടൂല, ഓനെ ഇങ്ങനെയൊക്കെ പറയും നമ്മൾ. ഇതാണല്ലോ തീവ്രവാദം എന്ന് പറയുന്നത്. പക്ഷേ ഓനിത് ഓൻ വിചാരിച്ചതിന് മുമ്പ് മറ്റോ ഓൻ്റെ കാര്യം ഓനെ വേറൊരു ശരിയാക്കിയാൽ, അല്ലെങ്കിൽ ഓൻ അല്ലാഹു മരിപ്പിച്ചാൽ